ഒരു സീനിയർ സിറ്റിസന്റെ ലൈഫ് ടൈം ആയിട്ടുള്ള സേവിങ്സ് ഒരു മകളുടെ കല്യാണത്തിൽ തീർന്നു. അതാണോ ഫൈനാൻഷ്യൽ ഫ്രീഡം? അതാണോ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ തരുന്ന ഫൈനാൻഷ്യൽ ഫ്രീഡം? അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 10 മക്കളെ കെട്ടിക്കാൻ പറ്റണം. ഓക്കെ, ഇത് ഈ കഷ്ടപ്പാടിൽ ഇത്ര രൂപ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മോളെ കെട്ടിച്ച് വിട്ട് തീർക്കാനുള്ളതല്ല. അയാളുടെ കഷ്ടപ്പാടിന്റെയും അയാളുടെ വിയർപ്പിന്റെയും അയാളുടെ ചോരയുടെയും അയാളുടെ അധ്വാനത്തിന്റെയും ഒരു വിലയാണ് ഈ പറഞ്ഞ പൈസ. അപ്പം ആ ലെവലിൽ കഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു മകളുടെ കല്യാണം കഴിച്ച് കുറെ സ്വർണ്ണം മേടിച്ച് കുറെ ആൾക്കാരെയും വിളിച്ച് സദ്യയും കൊടുത്ത് റിസപ്ഷൻ നടത്തി കളയാനുള്ളതല്ല പൈസ. അത് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. ഇത്രയൊക്കെ ഉള്ളൂ എന്റെ വിഷൻ, അല്ലെ വൈഡിഗ്രിയുടെ വിഷൻ. ആൾക്കാർക്ക് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുക, പൈസ ഉണ്ടാക്കാൻ പഠിക്കുക. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വരവിനനുസരിച്ച് ചെലവാക്കുക എന്നുള്ളതല്ലാതെ ചെലവിനനുസരിച്ച് വരവുണ്ടാക്കണം എന്നുള്ളത് ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റുക. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതിനകത്തിൽ എതിരഭിപ്രായമുള്ള ഒരുപാട് പേര് കാണും. പിന്നെ ഉറപ്പായിട്ടും എന്നാലും കുഴപ്പമില്ല, ഇത് അവർ നിർത്തി ആലോചിച്ച് അവർക്ക് തന്നെ മനസ്സിലാക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ചിലർക്ക് ഉള്ളൊരു കാര്യമുണ്ട്, ഇപ്പൊ ഒരാൾ അവരെക്കാളും നല്ലതായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ കള്ളനാന്ന് പറയും. കാരണം അവരെ കൊണ്ട് അത് പറ്റിയിട്ടില്ല, അതുകൊണ്ട് വേറെ ഒരാളൊക്കെ അവരങ്ങനെ പറഞ്ഞു പോകും. അപ്പം ഇതിനകത്താണെങ്കിലും പറയും ഡിഗ്രിക്കാർ